Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Father Adikin. Good afternoon. So, our last class, QCI Quality Council of India, Quality Council of India, detailed test class. Quality Council of India, detailed. Good afternoon, all. The Quality Council of India was set up as a public-private partnership model. A public-private partnership model ആയിട്ടാണ് QCI സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടീസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഓൺ ദ മോഡൽ എക്സിസ്റ്റിംഗ് ഇൻ നെതർലാൻഡ്, നമ്മൾ നെതർലാൻഡ് മോഡലാണ് നമ്മൾ QCI ഇംപ്ലിമെന്റ് ചെയ്തത് ഇന്ത്യയിൽ. And were all through the National Accreditation Body. National Accreditation Body ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. But it's not owned by government. Public-private partnershipലാണ് വന്നത്. Not a government owned അല്ല, ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഒരു ബോഡി അല്ല അത്. The government support it. Government എന്താ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. It was exceedingly used as a third party agency. ഗവൺമെന്റിൽ നിന്ന് തേർഡ് പാർട്ടി ഏജൻസി പോലെ തന്നെയാണ് എന്താ പറയാ Quality Council of India ട്രീറ്റ് ചെയ്യുന്നത്. To improve the quality in departments and industry, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിലും ഇൻഡസ്ട്രീസിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ QCI എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ 88 തന്നെയാണ് ഞാൻ പറയുന്നത്, ടെസ്റ്റിൽ ഉള്ളതിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, QCI thus came to be an organized, independent, autonomous body that worked towards assurance of quality standards. Quality standards കാര്യങ്ങളും അഷ്യൂർ ചെയ്യുന്ന രീതിയിലാണ് QCI നമ്മൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, സ്ക്രീനിൽ ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ആ ഒരു QCIനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, quality standard across all sphere of economic and social activities. നമ്മുടെ economic and social activities എല്ലാം ഈ ക്വാളിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Quality Council of India നമ്മൾ സെറ്റപ്പ് ചെയ്തത്. കീ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻസ് ഉണ്ട്. നമ്മൾ ഈ Quality Council of India നമ്മൾ എന്ത് ചെയ്തപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത മെയിൻ ആയിട്ടുള്ള കീ ഇൻഡസ്ട്രി അസോസിയേഷൻ ആണ് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അസോസിയേഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, Confederation of Indian Industry, Federation of Indian Chamber of Commerce and Industry become the promoters of the organization. Quality Council of India കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തത് ഈ മൂന്ന് ഏജൻസീസ് ആണ്. ഓക്കെ, മൂന്ന് ഓർഗനൈസേഷൻസ് ആണ് കൂടുതലായിട്ട് ക്വാളിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും നല്ല ക്വാളിറ്റീസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. The council is an independent and worked under the direction of its governing body. അവരുടെ governing bodyയുടെ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടാണ് Quality Council of India വർക്ക് ചെയ്യുന്നത്. Have equal representation of government, industry and industry association. അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ റെപ്രസെന്റേറ്റീവ്, ഇൻഡസ്ട്രിയൽ അസോസിയേഷൻസ് എന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് എല്ലാവരും ഈ ഗവേണിംഗ് ബോഡിയിൽ മെമ്പേഴ്സ് ആയിരിക്കും. It does not get funded by government. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് ഒന്നും ഈ ഒരു ഓർഗനൈസേഷന് കിട്ടുന്നില്ല. And it's a self-sustaining non-profit organization. നമ്മൾ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് Quality Council of India സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് non-profit organization ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Non-profit organization ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് with its own memorandum of association and the rules. Quality Council of India അതിൻ്റെതായ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിനി കൂടുതലായിട്ട് Quality Council of Indiaയില് മെയിൻ ആയിട്ടുള്ള എന്താ പറയാ ഫങ്ഷണൽ 5 അക്രഡിറ്റേഷൻ ബോർഡ്സ് ആണ് ഈ Quality Council of Indiaയുടെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്തത് 5 അക്രഡിറ്റേഷൻ ബോഡീസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ബോഡീസിന്റെ പേര് മാത്രം ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ 5 ബോഡീസാ പറയുന്നത്. അതില് ഫസ്റ്റ് ബോഡിയാണ് നാഷണൽ
Accreditation Board for Certification Bodies. National Accreditation Board for Certification Bodies. ഈ സർട്ടിഫിക്കേഷൻ ബോഡീസ് ഉണ്ടല്ലോ, ഓരോ പ്രൊഡക്റ്റിനായാലും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബോഡീസ്, വെരിഫൈ ചെയ്യുന്ന ആ ബോഡീസിന് വേണ്ട സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NABCB എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും, അല്ലെങ്കിൽ NABCB. ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡി. It's part of a QCI. QCIയുടെ പാർട്ടാണ്. The main function is to provide accreditation to certification, inspection, validation, verification body in India to ensure that they are typically competent and operate according to international standard. അപ്പോ ഈ സർട്ടിഫിക്കേഷൻ ബോഡീസിന് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് ഏത്? നാഷണൽ സർട്ടിഫിക്കേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡി എന്ന് പറയുന്നത്, NABCB എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ ISO, ICE ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻ ബോഡീസുകൾ ഉണ്ട്. അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ കൊടുക്കുന്നത് ആരാണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയാണ് ഇവർക്ക് വേണ്ട അംഗീകാരങ്ങളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ബോഡീസിനെ എന്ത് ചെയ്യുക? അക്രഡിറ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. കൂടാതെ which helps to demonstrate technical competency and reliability of their service. ടെക്നിക്കൽ കോമ്പിറ്റൻസി, നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ ഇത് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ISO സർട്ടിഫൈഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും അല്ലെ? ആ ഒരു പ്രൊഡക്റ്റിനോടായാലും ആ ഒരു സർവീസിനോടായാലും നമുക്ക് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു അക്രഡിറ്റേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസ്, ആ ബോഡീസിന്, സർട്ടിഫിക്കേഷൻ ബോഡീസിന് അംഗീകാരം കൊടുക്കുന്ന ബോഡിയാണ് ഏത്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫുൾ ഫോം നോക്കണം. അതേപോലെ തന്നെ the board confers accreditation to numerous certification bodies. Certification bodies ന് അംഗീകാരം കൊടുക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ എയിം. It follows the ISO 17011 guidelines for accreditation. As per appreciating international criteria, NABCB is a part of international structure of certification and inspection body. നമ്മള് NACB എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്ട്രക്ചർ ഓഫ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ബോഡിയുടെ ഒരു പാർട്ടാണ്. The board identifies the requirement for the competence of the bodies executing inspections. ഇൻസ്പെക്ഷൻസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ബോഡീസിന് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്. എന്നാൽ മാത്രമാണ് അവർക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Accordingly, it ensures neutral and steady activities of inspection. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള, ഒരു സ്റ്റഡി ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആകുന്നത്. ഓക്കെ, ഇനി accreditation board for education and training. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും അല്ലെ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അംഗീകാരം കൊടുക്കുന്ന ആ ഒരു ബോഡിയാണ് ഏത്? നാഷണൽ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നോക്കാം, National Accreditation Board for Education and Training is an Indian body that provides accreditation to school training providers, auditors to ensure they meet the quality criteria. നമ്മുടെ കോളേജസ്, സ്കൂൾസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക്, അതേപോലെ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ വേണ്ട അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നെപെറ്റ് എന്ന് പറയുന്നത്, നാഷണൽ അക്രഡിറ്റേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ദ പാർട്ട് ഓഫ് QCI, നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ പാർട്ട് തന്നെയാണ്. Has expanded its scope to include the accreditation of vocational training organizations
വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്കിൽ അസസ്മെന്റ് ബോഡീസ് ടു ഇംപ്രൂവ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. ഈ ഒരു സ്ഥാപനം ഉറപ്പ് നൽകുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ ആണ് ഈ ഒരു ബോഡി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നെബെറ്റ് ആണ് ഇവിടെ സ്പെല്ലിംഗ് ടി ആക്കിക്കോട്ടെ, ക്യാപിറ്റൽ ലെറ്റർ ടി ആക്കിക്കോ. ഓക്കെ, NABET നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എഡ്യൂക്കേഷനും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വേണ്ട അംഗീകാരം കൊടുക്കുന്നതാണ് നെബെറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാന്റിംഗ് accreditation to schools and institutes, provide vocational training and recognizing their competency and capacity in education. അപ്പോ നമ്മൾ അവരുടെ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് എല്ലാം അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഏത് നെബെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബോർഡ് അണ്ടർ QCI. നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബോഡിയാണ് ഏത് നെബെറ്റ് എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് ഇംപാക്ടിംഗ് കൗണ്ട്ലെസ് lives, it ensures that education standard cope with the demand and supply of the working professional nationally and internationally. നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ലക്ഷ്യമിടുന്നത്. അതുവഴി നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് നാഷണലി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും. അതേപോലെ എന്താ പറയാ, അവിടെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രെയിനിങ് സെന്റേഴ്സിന്റെ എല്ലാം സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇവർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോഡി അക്രഡിറ്റേഷൻ പർപ്പസ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. It undertaken the enhancement of teaching and learning process. ഇത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് കുറച്ചുകൂടെ എൻഹാൻസ്മെന്റ് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. ആൻഡ് ഇംപ്രൂവിംഗ് ദ വാല്യുവേഷൻ മെത്തേഡ് ബൈ integrating national curricular objective in school process and structure through accreditation. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ നാഷണൽ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളും എല്ലാ സ്കൂളുകളും അവര് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണ് എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ബോഡി കൂടിയാണ് ഇത് നെബെറ്റ് എന്ന് പറയുന്നത്. വിത്ത് ആൻ എലാബറേറ്റ് സ്ട്രക്ചർ ആൻഡ് എംഫസൈസ് ഓൺ ട്രെയിനിങ്, ദ ബോർഡ് അഡ്രസ്സസ് the area of major concerns in education sectors. നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടേഴ്സിൽ നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെബെറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അംഗീകാരം കൊടുക്കുന്നത്. ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവര് നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, അക്രഡിറ്റേഷൻ കൊടുക്കുന്നു. അല്ലാത്തവരെ നമ്മൾ ആ ഒരു അക്രഡിറ്റേഷനിൽ നിന്ന് നമ്മൾ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ പറയും ഇന്നൊരു അംഗീകാരം കിട്ടി, ഞങ്ങളുടെ കോളേജിന് ഇന്നൊരു അംഗീകാരം കിട്ടി. ചില സ്ഥലത്ത് നമ്മള് ഇത് അംഗീകാരം നഷ്ടപ്പെട്ടു എന്ന് വരെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ നമ്മള് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവര് ഏകദേശം എല്ലാ വർഷവും ഇതേപോലെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് അംഗീകാരം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്രെയിനിങ് സെന്റേഴ്സും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഏത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കട്ടോ. ആ രണ്ട് ബോഡീസും ഒന്ന് വായിച്ചു നോക്കുക. ഒന്ന് സർട്ടിഫിക്കേഷൻ ബോഡീസിന് അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനമാണ്, മറ്റൊന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രെയിനിങ് സെന്റേഴ്സിന് അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനമാണ്. ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഓക്കെ, വീഡിയോ ഇനി നെക്സ്റ്റ് ബോർഡാണ് നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷൻ ബോർഡാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. NBQP. Okay. It's an organization that promotes quality and continuous improvement across all sectors in India. നമ്മുടെ എല്ലാ സെക്ടേഴ്സിലും ഉള്ള ക്വാളിറ്റിയാണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതേപോലെ തന്നെ എമർജൻസി മെഡിക്കൽ സർവീസ്, ഫുഡ് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഇതേപോലുള്ള എല്ലാ ബോർഡുകളിലും ഒരു മിനിമം അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്യണം, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഫോളോ ചെയ്യണം എന്നാണ് ഈ ബോർഡ് പറയുന്നത്. It does this by building awareness, providing training, implementing quality standards and tools, running national quality campaign, and effort to enhance quality of life and national. Quality promotion. ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പേഷ്യന്റ്, നമ്മുടെ ഓരോ വ്യക്തിയുടെ ലൈഫ് നല്ല ക്വാളിറ്റി ലൈഫ് കൊണ്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഫങ്ഷൻ ചെയ്യുന്നത്. അവയർനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ് നാഷണൽ മെയിൻ ആയിട്ട് ഇവർ ചെയ്യാറുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഗനൈസ് നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു. അതുവഴി എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ന ക്വാളിറ്റീസ് കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ വേൾഡ് ക്വാളിറ്റി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ സിറ്റിസൺസിനെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കാരണം നമ്മള് നല്ല എമൗണ്ട് കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന സർവീസിന്റെ ഏതൊരു സർവീസിന്റെയും ആവട്ടെ, നമുക്ക് കിട്ടുന്ന ഏതൊരു സർവീസിന്റെയും ക്വാളിറ്റിയിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. നമുക്ക് കിട്ടേണ്ടത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ റൈറ്റ് ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ നോക്കുന്നത് നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷൻ ആണ്. The board primarily includes conference on standards such as QMS. Full form അറിയാമോ? ഞാൻ ചില സ്റ്റാൻഡേർഡ്സിന്റെ ഫുൾ ഫോം ഞാൻ പറയാം, അപ്പൊ നോട്ട് ചെയ്യണം കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ് QMS. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ജസ്റ്റ് QMS സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണ്ടേ? നോക്കിയോ? QMS ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, EMS എമർജൻസി മെഡിക്കൽ സർവീസ്, എമർജൻസി മെഡിക്കൽ സർവീസ്, EMS എമർജൻസി മെഡിക്കൽ സർവീസ്, FSMS ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, safety management system, ISMS information security management system, ISMS information security management system. Okay ആണോ? എഴുതിയോ പറഞ്ഞത്? അപ്പോ ഇവർ കൊടുക്കുന്ന പ്രൊഡക്റ്റില് നല്ല ക്വാളിറ്റി ഉറപ്പ് നൽകാണ് വേണ്ടത്. As well as tool of quality. Okay. QMS വെച്ചാൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അത് എഴുതിയല്ലോ അവരും. എമർജൻസി മെഡിക്കൽ സർവീസ് EMS, FSMS ISMS ആണോ? അത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, Information Security Management System. എല്ലാവരും നോട്ട് ചെയ്തോ? FSMS. Okay. Food Safety Management System. നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർ ആണ്, അല്ലെങ്കിൽ ഫുഡ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറില്ലേ, അവര് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് FSMS. നല്ല ക്വാളിറ്റി ഫുഡ് കാര്യങ്ങളുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനെ കുറിച്ചിട്ടുള്ള കുറെ സ്റ്റാൻഡേർഡ്സ് അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ക്വാളിറ്റി പ്രൊഡക്ട്സ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സിസ്റ്റം ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം.
The board consequently it empowers business to compete for better quality standards. നമ്മൾ ഇതിൽ ബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. The board currently consists of 26 members. 26 members ആണ് ഈ ബോർഡ് നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷൻ ഉള്ളത്. One of the main motive is to achieve the main objective of QCI. Main ആയിട്ടുള്ള objective എന്ന് വെച്ചാൽ to facilitate national quality campaign. നമ്മുടെ ക്വാളിറ്റി പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യാറുണ്ട്, നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ പോലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നല്ല ക്വാളിറ്റി സർവീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്വാളിറ്റി ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. The National Board for Quality Promotion is reformed every 4 years. എല്ലാ 4 വർഷം കൂടുമ്പോൾ ഈ ക്വാളിറ്റി പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ അപ്ഡേഷൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. And will include the Federation of Indian Small and Micro Medium Enterprise. ഇതില് ഇതുകൂടി വരുന്നുണ്ട് നമ്മുടെ ക്വാളിറ്റി നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷനില് ഏതെങ്കിലും ഇൻക്ലൂഡഡ് ആണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ സ്മോൾ ആൻഡ് മൈക്രോ മീഡിയം എന്റർപ്രൈസ്. അപ്പോ FISMC കൂടി ഇതൊരു പാർട്ടാണ്. ഇവരും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എടുക്കുന്നുണ്ട്, എഫേർട്സ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. The tool helps the industry to follow the code of conduct. അപ്പോ ഈ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ടൂൾസ് കാര്യങ്ങളും ഇൻഡസ്ട്രീസിന് അവർ പറഞ്ഞിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഡീൽസ് വിത്ത് ദ ചലഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഭാവിയിൽ വരുന്ന ചലഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല പ്രൊഡക്ട്സ് സർവീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഹെൽപ്പ് ദ ഇൻഡസ്ട്രി ടു ഫോളോ ദ കോഡ് ഓഫ് കണ്ടക്ട്. അപ്പോൾ ഈ എല്ലാ ഇൻഡസ്ട്രീസും ക്വാളിറ്റി പ്രൊമോഷൻ കോഡ് പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. ഭാവിയിൽ വരുന്ന ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും, ആ ചലഞ്ചസും കാര്യങ്ങളും മീറ്റ് ചെയ്യണം. അതുവഴി നമുക്ക് നല്ല പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുവഴി ആ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്ന വ്യക്തികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും. അതുവഴി നമ്മളുടെ നേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഒരു ക്വാളിറ്റി കൂടുതലായിരിക്കും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ക്വാളിറ്റി കുറച്ചും കൂടി അപ്ഗ്രേഡ് ആവും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കോ? ഓക്കെ എല്ലാവരും, നെക്സ്റ്റ് ബോർഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബോർഡാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. സോ എസ്റ്റാബ്ലിഷ് ഇൻ 2006 നമ്മൾ നേരത്തെ നാവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഇനി ചാപ്റ്ററിൽ നാവിനെ കുറിച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. NAV എസ്റ്റാബ്ലിഷ് ചെയ്തത് 2006 എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഓപ്പറേറ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ട അക്രഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹാസ് ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ന്യൂ സ്റ്റാൻഡേർഡ് ഫോർ സ്മോൾ ഹോസ്പിറ്റൽസ്. നമുക്ക് ലാർജ് ഹോസ്പിറ്റൽസിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ്സ് ആർക്ക് ഫോളോ ചെയ്യാൻ പറ്റണതില്ല, സ്മോൾ ഹോസ്പിറ്റൽസിന് ഫോളോ ചെയ്യാൻ പറ്റണതില്ല. സോ അവിടെ ഡിഫിക്കൽറ്റീസ് വരും. അത് നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്മോൾ ഹോസ്പിറ്റൽസിന് പുതിയൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ്
new hospital for the new standards for the smaller hospital that find it difficult to cope with the full standard of NAB. അപ്പൊ നാബിന്റെ ഫുൾ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഹോസ്പിറ്റൽ സ്മോളർ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് പുതിയ സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത്രയും സ്റ്റാൻഡേർഡ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, നാബിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. ഇനി ടെസ്റ്റ് ബോർഡാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നമ്മൾ ചില ലാബുകൾക്ക് മാത്രമാണ് നാബിന്റെ അംഗീകാരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നാബിന്റെ അംഗീകാരമുള്ള ലാബാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കൊളാബറേഷൻ ലബോറട്ടറീസ് ആണ് ഈ അംഗീകാരം കൊടുക്കുന്നത്. NABL is registered under Society Registration Act 1860 ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. The purpose of the board to provide the industry and government with the third-party schemes for the assessment of technical competency and quality of threatening body. അപ്പൊ നമ്മൾ ടെക്നിക്കൽ കോമ്പിറ്റൻസി അവർ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിന്റെ കാര്യങ്ങളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ടെക്നിക്കൽ കോമ്പിറ്റൻസി ഉള്ള സ്ഥാപനങ്ങൾക്കായിരിക്കും ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. Apart from being the signatory for accreditation of testing, connection with the International Accreditation Corporation and the Asian Pacific Laboratory Accreditation Corporation are maintained by NABL. അപ്പോ ഈ രണ്ട് ഓർഗനൈസേഷൻസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ അവരാണ് NABL മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ലബോറട്ടറീസിന് വേണ്ട അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഏത് അസോസിയേഷൻ ആണ്? നാഷണൽ അക്രഡിറ്റേഷൻ ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി ആണ്. ഇതൊരു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരമാണ് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിനും ഗവൺമെന്റ്സിനും അതേപോലെ ടെക്നിക്കൽ കോമ്പിറ്റൻസി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ട ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിന് വേണ്ട അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മള് 5 സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? മെയിൻ ആയിട്ട് 5 സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. സർട്ടിഫിക്കേഷൻ അതോറിറ്റീസിന് വേണ്ട അംഗീകാരം കൊടുക്കുന്നതാണ് NSCB എന്ന് പറയുന്നത്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡിയാണ്. ക്വാളിറ്റി പ്രൊമോഷൻ വെച്ചാൽ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാവരും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്ന അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനമാണ്. അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ട അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനമാണ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി ലാബുകള് ടെക്നിക്കൽ കോമ്പിറ്റൻസി കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ട അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ലാസ്റ്റ് പറഞ്ഞ 4th 5th ഒന്ന് റീഡ് ചെയ്തേ. 4th 5th ഒന്ന് റീഡ് ചെയ്തേ.
നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷൻ ആണ്. നാമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാണ്. ഈ പറയുന്നതെല്ലാം നാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാഷണൽ ബോർഡ് ഫോർ ഹെൽത്ത് കെയർ നമ്മൾ നാമിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിന്റെ ഭാഗമായിട്ട് രൂപകൽപ്പന ചെയ്ത സ്ഥാപനങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഹെൽത്ത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റൽസ് ഇതിൽ പറയുന്നത് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നാം സ്റ്റാൻഡേർഡ് നാമിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹോസ്പിറ്റൽ വില്ലിംഗ് ടു അക്രഡിറ്റേറ്റ് ബൈ നാബ് വഴി അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ must be committed to ensure implementation of NAB standards in their organization. First of all, എന്ത് ചെയ്യണം? NAB സ്റ്റാൻഡേർഡ് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ഹോസ്പിറ്റലിന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം. The assessment team look for the evidence of implementation of NAB standards in the organization. അപ്പോ നമ്മുടെ എന്താണ് അസസ്മെന്റ് ടീം അക്രഡിറ്റേഷൻ ബോർഡിന്റെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും? ഒരു NAB സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നതിന്റെ എവിഡൻസും കാര്യങ്ങളും assess. The hospital during the time of assessment should be able to demonstrate to NAB assessment team that all the requirements of NAB standards as applicable are implemented and followed. അപ്പൊ നമ്മൾ അസസ്മെന്റിന്റെ ടൈമില് NAB സ്റ്റാൻഡേർഡ് എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. NAB റിക്വയർമെന്റ്സ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അത് ഫോളോഡ് ആണ് എന്ന് ഉറപ്പ് നൽകണം. അവർ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് നൽകണം. അല്ലെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്ത് അവർ തന്നെ ഓരോ ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യും. ഇനി എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നാബ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത് എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. Okay, provider. Currently in operation as an healthcare provider, it should be have 50 beds in hospitals. നമ്മൾ നാബ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് വേണം? മിനിമം ബെഡ് വേണം? 50 ബെഡ്സ് എങ്കിലും വേണം എന്നാണ് പറയുന്നത്. 50 ബെഡ് എങ്കിലും വേണം. ഇനിയിപ്പോ സപ്പോസ് 50 ബെഡ്സ് കുറവാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം? SHCO ആണ് ഫോളോ ചെയ്യേണ്ടത്. S എന്നുള്ളത് സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആണ്. സാധാരണ 50 ബെഡ്സിന് എബോവ് ആണെങ്കിൽ HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്തെങ്കിൽ, 50 ബെഡ്സിന് കുറവാണെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ആ SHCO എന്നുള്ളത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. The hospital has the minimum volume of the patient will help in assessing the quality care given to the patient, which is currently 30%. മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എത്രയായിരിക്കണം? നമ്മള് നല്ല ക്വാളിറ്റി കെയർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കറന്റ് 30% നമ്മൾ ആ മിനിമം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. The organization that commit to comply with the NAB standard and applicable legal statutory regulatory. നമ്മൾ NAB സ്റ്റാൻഡേർഡ് ആയിട്ട് കോംപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്പൽസറി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്യണം. ഇനി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ബീൻ ഇംപ്ലിമെന്റ് NAB സ്റ്റാൻഡേർഡ് ഇൻ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഫോർ എ മിനിമം ഓഫ് 3 months. നമ്മൾ ഇപ്പൊ നാബ് സ്റ്റാൻഡേർഡ് നാബ് അംഗീകാരത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവാണെങ്കിൽ നമ്മൾ 3 മാസം മുമ്പെങ്കിലും ഈ നാബ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവണം. എത്ര മാസം മുമ്പ്? 3 മാസം മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നാബ് സ്റ്റാൻഡേർഡ് നമ്മുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. These standards are to be used by
ഹോൾ ഓർഗനൈസേഷൻ നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് നമ്മളെ ഓൾ ഓവർ ദ ഓർഗനൈസേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് നോട്ട് ഫോർ സ്പെസിഫിക് സർവീസ് വിത്ത് ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് സർവീസിന് മാത്രമായിട്ടായിരിക്കും ഇത് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അംഗീകാരം കിട്ടില്ല. ഹോസ്പിറ്റൽ ഓവറോൾ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ് അവർ നോക്കും. ഓൾ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവർ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് നോക്കും, എന്നിട്ടാണ് അംഗീകാരം തരുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അവിടെ നമ്മൾ നാപ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഹോസ്പിറ്റൽ സാധാരണ പോലെയാണ് വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് അംഗീകാരം കിട്ടില്ല. നമ്മൾ എല്ലായിടത്തും ഹോൾ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മൊത്തമായിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നോക്കാം. These standards are to be used by the organization and not for a specific service with the organization. നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ മുഴുവനായിട്ട് യൂസ് ചെയ്യണം. നോട്ട് സ്പെസിഫിക് സർവീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് സ്പെസിഫിക് സർവീസിന് മാത്രമായിട്ടല്ല നാപ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഓഫർ സെവറൽ സർവീസ്. നമ്മൾ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ സെവറൽ സർവീസുകൾ ഓഫർ ചെയ്യും. ഞാനിപ്പോ പറഞ്ഞില്ലേ ഒരു കാർഡിയാക്കിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്, ഐ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസിനെ ബേസ് ചെയ്തിട്ട് തന്നെ എന്താണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളുണ്ട്. നമുക്ക് നാപ്പിന്റെ അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാപ് സ്റ്റാൻഡേർഡ് എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആയാൽ മാത്രമാണ് നമുക്ക് നാപ്പിന്റെ അംഗീകാരം കിട്ടുന്നത്. Organization offers several services and the standards are equally applicable to all service within the healthcare organization. അപ്പൊ നമുക്ക് എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ എല്ലാ സർവീസുകളിലും ഈ നാപ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, അംഗീകാരം കിട്ടുന്നത്. It is vital for the hospital to make a definite plan of action for obtaining accreditation and nominate a person to coordinate all activity related to seek accreditation. അപ്പോൾ നമ്മള് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് എന്ത് നമ്മൾ ഈ അക്രഡിറ്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു നോമിനേറ്റ് ചെയ്യണം ഒരു പേഴ്സൺ ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോമിനേറ്റ് ചെയ്യണം. An official nominated by the hospital should be familiar with the latest standard of hospital quality management system. Hospital quality management system latest standard ആർക്കറിഞ്ഞിരിക്കണം, ഈ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ അറിഞ്ഞിരിക്കണം. അദ്ദേഹമാണ് നാപ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ നാപ് വെബ്സൈറ്റിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാപ് സ്റ്റാൻഡേർഡ് നാപ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ആ ഒഫീഷ്യൽ നോമിനേറ്റഡ് പേഴ്സൺ ആണ് ഈ കാര്യങ്ങൾ ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എന്ത് ഉത്തരവാദിത്തം ഉള്ളത്. The hospital standards are freely available for downloading from the NAP website. Hospital standards നമുക്ക് freely available ആണ്. NAP വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. താഴെ നാപ്പിന്റെ ആ വെബ്സൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നാപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളും കാണാനായിട്ട് പറ്റുന്നതാണ്. The hospital accreditation guidebook needed to procure through NAP website. നമുക്ക് ഗൈഡ് ബുക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡ് ബുക്ക് കാര്യങ്ങളുണ്ട്. നമ്മളത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. One can purchase the guidebook on standard by making payment at website. നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ ഗൈഡ് ബുക്ക് കിട്ടും. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്തതിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് ഫസ്റ്റ് ഞാൻ ഇപ്പൊ എടുത്തത് വായിച്ചു നോക്കിയ മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷൻ വായിച്ചു നോക്കി, ഒന്ന് റീഡ് ചെയ്തേ.
എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? വായിക്കുമ്പോൾ സമ്മതിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഹൗ ടു അപ്ലൈ, നമ്മൾ അപ്ലിക്കേഷന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. But the standards are implemented in the hospital. നമ്മൾ സ്റ്റാൻഡേർഡ് ഗൈഡ് ബുക്ക് വാങ്ങിച്ച് അതിലുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ the hospital can apply for accreditation online from the website. നമുക്ക് www.naf.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ന്യൂ ഇമെയിൽ ഐ ഡി വേണം, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഇമെയിൽ ഐ ഡി വേണം. അതിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ഉള്ള ഇമെയിൽ ഐ ഡി പാടില്ല. ഹോസ്പിറ്റലിന്റെ പേരിൽ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഓൾറെഡി ഉണ്ടാവും, ആ ഒരു ഇമെയിൽ ഐ ഡിയിലൂടെയാണ് രജിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ടു ദ ഫുൾ choose hospital full accreditation as an application type. Full accreditation applications കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. Lab shall be activate the email ID and provide to you to log in the password. നമ്മൾ ആ പേര് കൊടുത്തിട്ട് നമ്മൾ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. യൂസിങ് ദ എബവ് ലോഗിൻ, നമ്മളിപ്പോ സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാറില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോ നമ്മള് ഇമെയിൽ ഐ ഡി പുതിയ പാസ്വേഡ് യൂസ് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അക്കൗണ്ട് ആ ഒരു പാസ്വേഡ് ലോഗിൻ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. യൂസിങ് ദ എബവ് ലോഗിൻ ആൻഡ് പാസ്വേഡ് വൺ ക്യാൻ ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം. നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഇതേപോലെ പാസ്വേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്രഡിറ്റേഷൻ ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ ഫിൽ ചെയ്യാവുന്നതാണ്. ഇനി അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഞാനൊന്ന് സൂം ചെയ്തതാണ്, വലുതാക്കിയതാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മളുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഭയങ്കര ചെറുതായിട്ടാണ്. എന്നാലും നോക്കുക കേട്ടോ. അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് നമ്മൾ പറയുന്നത്. സ്റ്റാർട്ട് ഓഫ് ദ അക്രഡിറ്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് സ്റ്റാൻഡേർഡ് മിനിമം 3 months. നമ്മളെ ഹോസ്പിറ്റലില് ഈ നാവിന്റെ സ്റ്റാൻഡേർഡ് 3 മാസം മുമ്പേ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം, ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇനി നമ്മൾ പറയുന്നത് അക്നോളജ്മെന്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ദ ആപ്ലിക്കേഷൻ ബൈ NAB സെക്രട്ടേറിയറ്റ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, NAB സെക്രട്ടേറിയറ്റ് നല്ല രീതിയിൽ അക്നോളജ് ചെയ്യും, പരിശോധിക്കും, സ്ക്രൂട്ടിനൈസ് ചെയ്യും, നല്ല രീതിയിൽ വിശദമായിട്ട് പരിശോധിക്കും. ഇനി ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസിസ്റ്റർ ആണെങ്കിൽ വിത്തിൻ 1 month ഓഫ് ഫീ ഡെപ്പോസിഷൻ, നമ്മൾ ഫീ അടിച്ചു ഡെസ്ക്ടോപ്പ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് കാര്യങ്ങൾ നോക്കിയിട്ട് ആണ് നമ്മള് ഇത് കൊടുക്കുന്നത്, അപ്ലിക്കേഷൻ കൊടുക്കുന്നെങ്കിൽ 1 monthനുള്ളിൽ നമുക്ക് ഫീ ഡെപ്പോസിറ്റ് ചെയ്ത് 1 monthനുള്ളിൽ ആ ഒരു അപ്ലിക്കേഷൻ കിട്ടും. Then in suppose final assessment, on-site, remote, hybrid, different types of assessment കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കും. അപ്പോ on-site accreditation ആണെങ്കിൽ within 1 month of desktop review കഴിഞ്ഞതിന് ശേഷം 1 monthനുള്ളിൽ നമുക്ക് ഈ ഒരു ഫൈനൽ അസസ്മെന്റ് ചെയ്യാവുന്നതാണ്. Then closure for non-compliance, including review by assessor within 3 months. ഇപ്പൊ നോൺ കംപ്ലൈൻസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാസത്തിനുള്ളിൽ വീണ്ടും റിവ്യൂ ചെയ്യാവുന്നതാണ്. വീണ്ടും അസസ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട് ബൈ അക്രഡിറ്റേഷൻ കമ്മിറ്റി ഒന്നുകൂടി എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവ്യൂ ചെയ്യും. അപ്രൂവൽ ഓഫ് അക്രഡിറ്റേഷൻ ഓർ അതർവൈസ് ഇൻഷുറൻസ് ഓഫ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് നമ്മൾ അക്രഡിറ്റേഷൻ ഒന്നുകൂടി അക്രഡിറ്റേഷൻ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യും. പിന്നെ സർവൈലൻസ് ഇന്റിമേഷൻ സെൻഡ് ബൈ NAB സെക്രട്ടറി അറ്റ് എൻഡ് ഓഫ് 12 to 18 months ഓഫ് അക്രഡിറ്റേഷൻ നമ്മൾ സർവൈലൻസ് ഇന്റിമേഷൻ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്. 12 മുതൽ 18 മാസത്തിനുള്ളിലാണ് സെൻഡ് ചെയ്യുന്നത്.
ഇനി കണ്ടക്ട് ഓഫ് സർവൈലൻസ് അസസ്മെന്റ് 20 മുതൽ 24 മാസം ഇൻ കേസ് ഓഫ് 4 ഇയേഴ്സ് ആൻഡ് ഇൻ കേസ് ഓഫ് 3 ഇയേഴ്സ് ആണെങ്കിൽ 50 to 80 monthsനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും സർവൈലൻസ് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും അസസ് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഒരു പ്രാവശ്യം അപ്ഡേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് ആ ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും അത്രയും ചെയ്താൽ മതി എന്നല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിന്യൂവൽ implementation set by NAB Secretary 1 year before expiry of accreditation. In accreditation expiry ആവുന്നതിന് 1 year മുമ്പായിട്ട് വീണ്ടും ഇന്റിമേഷൻ സെറ്റ് ചെയ്ത് നമ്മൾ NAB സെക്രട്ടറിക്ക് ഇന്റിമേഷൻ അയക്കും. ഞങ്ങൾ വീണ്ടും ഈ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ട് എന്ന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. ദെൻ അപ്ലൈ, നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ അപ്ലൈ ഫോർ റിന്യൂവൽ ഓഫ് അക്രഡിറ്റേഷൻ ബിഫോർ 6 months 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ ഒരു അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് ദ പ്രോസസ് ബൈ NAB സെക്രട്ടറി ആൻഡ് പ്രൊവൈഡ് നെസസറി ഫീഡ്ബാക്ക് ആസ് റിക്വയർഡ്. നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റേജസിൽ നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് ഫീ സബ്മിറ്റ് ചെയ്തതിനു ശേഷം എല്ലാ സ്റ്റേജസിലും കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഉണ്ടാവും. NAB സെക്രട്ടറി ഭാഗത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഫീഡ്ബാക്ക് കാര്യങ്ങളും അവര് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങളിൽ ഫീൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ഫീഡ്ബാക്ക് അത് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളും സെൻഡ് ചെയ്യും. ജസ്റ്റ് ഈ ഒരു ടേബിൾ പറഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മള് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതേപോലെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും കേട്ടോ. ഓക്കെ, ജസ്റ്റ് അത് അക്രഡിറ്റേഷൻ പ്രോസസ് ആണ്. ജസ്റ്റ് ഒരു ഇമേജ് തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അക്രഡിറ്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റേഷനിൽ തുടങ്ങി പിന്നീട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നു, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഫീ നമ്മൾ പേ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അക്നോളജ്മെന്റ് കിട്ടും. നമ്മുടെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന്റെ പ്രോസസ്സ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, NAB സെക്രട്ടറിയേറ്റ് എപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 രീതിയിലൊക്കെ അസസ്മെന്റ് വരുന്നുണ്ട്. ഓൺ സൈറ്റ് ഉണ്ട്, 2 അല്ല 4 രീതിയിൽ വരുന്നുണ്ട്. ഓൺ സൈറ്റ് ഡെസ്ക് ടോപ്പ് ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്താ പറയാ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. 1 മാസത്തിനുള്ള വെരിഫിക്കേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. ദെൻ അത് കഴിഞ്ഞ് ഫൈനൽ അസസ്മെന്റ് ചിലപ്പോൾ ഓൺ സൈറ്റ് ആയിരിക്കാം, റിമോട്ട് ആയിരിക്കാം, ഹൈബ്രിഡ് ആയിരിക്കാം. ഓൺ സൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ സൈറ്റിൽ ചെന്ന് വീണ്ടും അവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യും. ഡെസ്ക് ടോപ്പ് റിവ്യൂവിന് ശേഷം അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് അസസ്മെന്റിന് ശേഷമായി 1 മന്തിനുള്ളിൽ നമ്മൾ ഓൺ സൈറ്റ് ഫൈനൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് ഫൈനൽ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യും. ദെൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ എല്ലാ സ്റ്റേജസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, NAB സെക്രട്ടറിയേറ്റ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് 3 രീതിയിൽ പിന്നെ സർവൈലൻസ് ഇന്റിമേഷൻ കാര്യങ്ങൾ സെൻഡ് ചെയ്യും. ചിലപ്പോ 1 ഇയർ കേസിലാണെങ്കിൽ 12 to 18 monthsനുള്ളിൽ സർവൈലൻസ് ഈ കാര്യങ്ങളൊക്കെ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യും. ഇപ്പൊ 4 ഇയേഴ്സ് അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 20 മുതൽ 24 മാസത്തിനുള്ളിൽ സെൻഡ് ചെയ്യും ഈ സർവൈലൻസ് അസസ്മെന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും. അതിന് 3 ഇയേഴ്സ് അങ്ങനെ അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 to 80 monthsനുള്ളിൽ ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യും. ഇനി അക്രഡിറ്റേഷൻ റിന്യൂ ചെയ്യേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 വർഷം മുമ്പ് NAB സെക്രട്ടറിയേറ്റ് ഹോസ്പിറ്റലിനെ ഇൻഫോം ചെയ്യും, നിങ്ങളുടെ അക്രഡിറ്റേഷൻ NAB അക്രഡിറ്റേഷൻ റിന്യൂ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. 1 ഇയർ മുമ്പ് നമ്മൾ സെൻഡ് ചെയ്യും. ഇനി NAB അക്രഡിറ്റേഷൻ വീണ്ടും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. കാരണം ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, NAB സ്റ്റാൻഡേർഡ്സിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്യുമ്പോൾ NAB സ്റ്റാൻഡേർഡ് ഏതാണോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള NAB സ്റ്റാൻഡേർഡ് ഏതാണോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് NAB സ്റ്റാൻഡേർഡ് 6th ആണ് 2005 ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇനി
നമ്മൾ അക്രഡീഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസുകൾ അപ്ലൈ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ആണോ? അത് ജസ്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ജസ്റ്റ് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് റീഡ് ചെയ്ത് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് എടുക്കാം കേട്ടോ. താങ്ക് യു ഓൾ. നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു. Thank you, ma'am.